السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد، فقال الله تعالى: بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر. ليلة القدر خير من ألف شهر. وقال النبي صلى الله عليه وسلم: من قام ليلة القدر إيمانا واحتسابا غفر له ما تقدم من ذنبه أو كما قال عليه الصلاة والسلام. പരിശുദ്ധമായ റമളാൻ മാസം ധാരാളം പ്രത്യേകതകളുള്ള, ധാരാളം മഹത്വങ്ങളുള്ള മാസമാണ്. റമളാൻ മാസത്തിൻ്റെ ഓരോ ദിവസവും മഹത്വമുള്ളതാണ്, ഓരോ മണിക്കൂറും മഹത്വമുള്ളതാണ്. റമളാൻ മുഴുവൻ വലിയ മഹത്വമുള്ള മാസമാണ്. അതിനെപ്പറ്റി കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം വിശദീകരിച്ച് കഴിഞ്ഞതാണ്. റമളാനിൻ്റെ പ്രത്യേകതകളെ പറ്റിയെല്ലാം 7ാമത്തെ ക്ലാസ്സിൽ നാം വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ റമളാൻ മാസത്തിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ 10 ദിവസമാണ് റമളാനിൻ്റെ അവസാനത്തെ 10 ദിവസം എന്നുള്ളത്. ആദ്യത്തെ 10നേക്കാൾ, 2ാമത്തെ 10നേക്കാൾ റമളാനിൻ്റെ അവസാനത്തെ 10 ദിവസങ്ങൾക്ക് വലിയ ശ്രേഷ്ഠതയുണ്ടെന്ന കാര്യം നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്നും തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. റമളാൻ മാസത്തിൻ്റെ അവസാനത്തെ 10-ന് ഇത്രയും വലിയ പ്രത്യേകതയും ശ്രേഷ്ഠതയും ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ടൊരു കാരണം ആ അവസാനത്തെ 10-ലാണ് ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്നത് എന്നുള്ളത് കൊണ്ടാണ്. റമളാൻ മാസത്തിൽ ഏറ്റവും പവിത്രമായ രാവാണ് ഖദറിൻ്റെ രാവ്. ലൈലത്തുൽ ഖദർ, ഖദറിൻ്റെ രാവ്, റമളാനിൻ്റെ രാത്രികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ രാത്രിയാണ്. പരിശുദ്ധ ഖുർആനിലൂടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ഖദറിൻ്റെ പ്രത്യേകതകളെ അറിയിച്ചു തന്നിട്ടുണ്ട്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൻ്റെ പ്രത്യേകതയാണ് ലൈലത്തുൽ ഖദർ എന്നുള്ളത്. കാരണം മറ്റൊരു സമുദായങ്ങൾക്കും കിട്ടാത്തതായ ഭാഗ്യമാണ് ഖദറിൻ്റെ രാവിൽ ഇബാദത്ത് ചെയ്താൽ ലഭിക്കുന്ന വണ്ണമേറിയ പ്രതിഫലങ്ങൾ എന്നുള്ളത്. ഈ ഉമ്മത്തിൻ്റെ പ്രത്യേകതയാണ് ലൈലത്തുൽ ഖദർ എന്നുള്ളത്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി: ലൈലത്തുൽ ഖദർ ഈ ഉമ്മത്തിന് അള്ളാഹു നൽകിയ ദാനമാണ്. ഈ ഉമ്മത്തിന് മുമ്പ് മറ്റൊരു സമുദായങ്ങൾക്കും ലൈലത്തുൽ ഖദർ നൽകപ്പെട്ടിട്ടില്ല. മറ്റൊരു ഹദീസിൽ കാണാം, നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി: മറ്റു സമുദായങ്ങളുടെ, മുൻകഴിഞ്ഞ സമുദായങ്ങളുടെ ആയുസ് അത് ദീർഘമായ ആയുസ്സായിട്ട് എനിക്ക് അള്ളാഹു കാണിച്ചു തന്നു. അപ്പോൾ എനിക്കെൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ് വളരെ കുറവാണെന്ന് അനുഭവപ്പെട്ടു. ആയുസ് കുറവായതുകൊണ്ട് തന്നെ മറ്റു സമുദായങ്ങൾ ദീർഘമായ ആയുസ്സിൽ ചെയ്ത നല്ല കർമ്മങ്ങൾ, അതിനോട് തുല്യമായ കർമ്മങ്ങൾ എൻ്റെ ഉമ്മത്തീങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയില്ലല്ലോ എന്ന് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിച്ചു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠമായ ഖദറിൻ്റെ രാവ് നൽകിക്കൊണ്ട് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ അനുഗ്രഹിക്കുകയുണ്ടായി. ഈ ഹദീസ് മുവത്ത ഇമാം മാലിക്കിൽ വന്ന ഹദീസാണ്. അതുകൊണ്ട് തന്നെ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് അള്ളാഹു നൽകിയ ഒരു ദാനമാണ്, ഒരു അനുഗ്രഹമാണ് ഖദറിൻ്റെ രാവ്, ലൈലത്തുൽ ഖദർ എന്നുള്ളത്. ഈ ലൈലത്തുൽ ഖദറിന് ധാരാളം മഹത്വങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആനിലൂടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ഖദറിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് അറിയിച്ചു തന്നിട്ടുണ്ട്. ലൈലത്തുൽ ഖദറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ലൈലത്തുൽ ഖദർ 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠമാണ് എന്നുള്ളത്. ആ ഒറ്റ രാത്രി 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠമായ രാത്രിയാണ്. സൂറത്തുൽ ഖദറിലൂടെ അള്ളാഹു അറിയിച്ചിരിക്കുകയുണ്ടായി, ലൈലത്തുൽ ഖദർ 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠമാണ്. ഇവിടെ 1000 മാസത്തിന് തുല്യമെന്നല്ല അള്ളാഹു പറഞ്ഞത്, നേരെ മറിച്ച് 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠമാണ്. അഥവാ ഇതിൻ്റെ കണക്ക് അള്ളാഹുവിന് മാത്രമാണ് അറിയുക. ചുരുങ്ങിയത് ആ രാത്രിയിൽ ചെയ്യുന്ന ഒരു ഇബാദത്തിന് 1000 മാസങ്ങളിൽ ചെയ്തതിൻ്റെ കൂലി ലഭിക്കുന്നതാണ്. അതിനേക്കാൾ കൂടുതൽ എത്ര ലഭിക്കുമെന്നുള്ളത് അള്ളാഹുവിന് മാത്രമാണ് അറിയുക. അഥവാ കണക്കില്ലാതെ പ്രതിഫലം ലഭിക്കുന്ന ഒരു രാത്രിയാണ്
ലൈലത്തുൽ ഖദർ എന്നുള്ളത്. 1000 മാസമെന്ന് പറയുകയാണെങ്കിൽ 83 വർഷവും 4 മാസവുമാണ്. ഒരു മനുഷ്യൻ്റെ ഏകദേശ ആയുസ് എന്നുള്ളത് 83 വർഷമാണ്. ഒരു രാത്രി കൊണ്ട് ഒരു ആയുസ്സിൽ ചെയ്ത പ്രവർത്തനങ്ങളുടെ പ്രതിഫലം കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ് ലൈലത്തുൽ ഖദറിൻ്റെ അന്ന് ചെയ്യുന്ന ഇബാദത്തുകൾ കാരണമായിട്ട്. ലൈലത്തുൽ ഖദറിൻ്റെ അന്ന് ചെയ്യുന്ന ഇബാദത്തുകൾ, അന്ന് ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, അതിന് ഒരു ആയുസ്സിൽ നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾക്ക് തുല്യമായ പ്രതിഫലം ലഭിക്കുന്നതാണെന്ന് ഈ പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ആയുസ്സിൽ എല്ലാ വർഷവും ലൈലത്തുൽ ഖദർ ലഭിച്ചവർക്ക് എത്ര വലിയ പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാൻ പറ്റുമെന്ന കാര്യം നമ്മൾ ചിന്തിച്ചാൽ മതി. 40 വർഷം ജീവിക്കുന്ന ആൾക്ക് ഒരു 30 വർഷം ലൈലത്തുൽ ഖദർ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ എത്ര പ്രതിഫലം അവന് കരസ്ഥമാക്കാൻ സാധിക്കും. ഒരു ലൈലത്തുൽ ഖദർ ലഭിച്ചാൽ പോലും കണക്കില്ലാത്ത പ്രതിഫലം കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം, അധിക വർഷവും ലൈലത്തുൽ ഖദർ കരസ്ഥമാവുകയാണെങ്കിൽ എത്ര വർഷങ്ങൾ ഇബാദത്ത് ചെയ്ത, എത്ര നൂറ്റാണ്ടുകൾ ഇബാദത്ത് ചെയ്ത കൂലി ആ ഒരു രാത്രി കൊണ്ട് കരസ്ഥമാക്കാൻ പറ്റുമെന്ന കാര്യം നമ്മൾ ഓരോരുത്തരും ചിന്തിച്ച് നോക്കിയാൽ മതി. ലൈലത്തുൽ ഖദറിൻ്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് പരിശുദ്ധ ഖുർആനിനെ അള്ളാഹു ഇറക്കാനായി തെരഞ്ഞെടുത്ത രാവാണ് ഖദറിൻ്റെ രാവെന്നുള്ളത്. അഥവാ ലൈലത്തുൽ ഖദറിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനെ ഇറക്കിയത്. അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ അറിയിച്ചിരുകയുണ്ടായി, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. അള്ളാഹു പരിശുദ്ധ ഖുർആനെ ഇറക്കിയത് ലൗഹുൽ മഹ്ഫൂദിൽ നിന്നും ഒന്നാം ആകാശത്തിലോട്ട് ഇറക്കിയത് ലൈലത്തുൽ ഖദറിലാണ്, ഖദറിൻ്റെ രാവിലാണ്. അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ, അള്ളാഹുവിൻ്റെ കലാമാണ് പരിശുദ്ധ ഖുർആൻ. ഏറ്റവും മഹത്വമുള്ള ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ഏറ്റവും മഹത്വമുള്ള അള്ളാഹുവിൻ്റെ കലാമിനെ അള്ളാഹു ഇറക്കാനായി തിരഞ്ഞെടുക്കുന്ന രാത്രി അത് ഏറ്റവും പവിത്രമായ രാത്രിയായിരിക്കും. അതുകൊണ്ട് തന്നെ ലൈലത്തുൽ ഖദർ, ഖദറിൻ്റെ രാവ് എന്നുള്ളത്, ആ രാത്രി എന്നുള്ളത് ഏറ്റവും പവിത്രമായ, ഏറ്റവും മഹത്വങ്ങൾ നിറഞ്ഞ, ധാരാളം ഐശ്വര്യങ്ങൾ നിറഞ്ഞ രാത്രിയാണെന്ന് ആ ഒറ്റ കാര്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ലൈലത്തുൽ ഖദറിൻ്റെ മറ്റൊരു പ്രത്യേകതയായി പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു അറിയിക്കുന്ന കാര്യമാണ് ജിബ്രീൽ അലൈഹിസ്സലാമും ഒരു സംഘം മലക്കുകളും അന്ന് ഇറങ്ങി വരുന്നതാണ്. എന്നിട്ട് അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്ന അടിമകൾക്ക് കരുണ ചൊരിയാനായി അള്ളാഹുടെ ദുആ ചെയ്യുന്നതുമാണ്. ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവുമായി ഏറ്റവും അടുത്ത മലക്കാണ്. ബാക്കി മലക്കുകളുടെ സംഘമെന്നുള്ളത് അള്ളാഹുവിൻ്റെ അടുത്ത ദാസന്മാരാണ്. ഒരിക്കലും അള്ളാഹുവിനെതിർ പ്രവർത്തിക്കാത്തവരാണ് മലക്കുകൾ എന്നുള്ളത്. ആ മലക്കുകൾ ഇറങ്ങി വരുന്നതും ആ രാത്രിയിൽ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്ക് ബഹുമതി അർപ്പിക്കുന്നതും അവർക്ക് അള്ളാഹുവിൻ്റെ കരുണയുണ്ടാവാനായി അള്ളാഹുടെ ദുആ ചെയ്യുന്നതുമാണ്. മലക്കുകൾ അള്ളാഹുടെ ദുആ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ആ ദുആ അള്ളാഹ് തള്ളിക്കളയുന്നതല്ല. അതുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി ലൈലത്തുൽ ഖദറിൽ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്ക് കരുണ ലഭിക്കാനും ഐശ്വര്യം ലഭിക്കാനും മലക്കുകൾ ദുആ ചെയ്യുന്നതാണ്. അവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതമായ മലക്കായ ജിബ്രീൽ അലൈഹിസ്സലാമും ഉണ്ടാവുന്നതാണ്. മറ്റൊരു പ്രത്യേകതയായി പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു അറിയിക്കുന്നത് ആ രാത്രിയിൽ സമാധാനമായിരിക്കും. അഥവാ എല്ലാവർക്കും ആ രാത്രിയിൽ സമാധാനമായിരിക്കും. മലക്കുകൾ അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്ക് സമാധാനമുണ്ടാവാനായി ആ രാത്രിയിൽ ദുആ ചെയ്യുന്നതാണ്. ജിബ്രീൽ അലൈഹിസ്സലാമും സംഘം മലക്കുകളും ഇറങ്ങി വരുന്നതാണ്. ആ മലക്കുകൾ അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്ക് സമാധാനം നൽകാനായി അള്ളാഹുടെ ദുആ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ലൈലത്തുൽ ഖദറിൽ ഇബാദത്തിൽ കഴിയുക എന്നുള്ളത് അള്ളാഹുവിൽ നിന്നും കരുണ ലഭിക്കാനും ഐശ്വര്യം ലഭിക്കാനും സമാധാനം ലഭിക്കാനും കാരണമാകുന്ന ഒരു കാര്യമാണ്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, ലൈലത്തുൽ ഖദറിൽ ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുകയാണെങ്കിൽ അവരുടെ മുൻകഴിഞ്ഞ പാപങ്ങൾ മാപ്പാക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് ആ രാത്രിയിൽ ഇബാദത്ത് ചെയ്യുക എന്നുള്ളത് നമ്മുടെ മുൻകഴിഞ്ഞ പാപങ്ങൾ മാപ്പാക്കപ്പെടാനും കാരണമാവുന്ന ഒരു കാര്യമാണ്. ഇത്രയും പ്രത്യേകതകൾ നിറഞ്ഞ ലൈലത്തുൽ ഖദർ ഏത് ദിവസമാണ് എന്ന കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കി തന്നിട്ടില്ല. അതിൻ്റെ സമയത്തെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു വ്യക്തമാക്കി തന്നിട്ടുണ്ട്. മഗ്രിബ് മുതൽ സുബൈ വരെയുള്ള സമയമാണ് ലൈലത്തുൽ ഖദറിൻ്റെ സമയമെന്നുള്ളത്. എന്നാൽ ഏത് ദിവസമാണ് ലൈലത്തുൽ ഖദർ ഉണ്ടാവുക അതിനെ വ്യക്തമായി അല്ലാഹു തആല അറിയിച്ചു തന്നിട്ടില്ല. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല ലൈലത്തുൽ ഖദർ എന്നാണ് ഉണ്ടാവുക എന്ന് അറിയിച്ചു കൊടുത്തു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. ഈ കാര്യം
പറയാനായി നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ രണ്ട് പേർ പരസ്പരം പ്രശ്നമുണ്ടാക്കുന്നതായി കണ്ടു. അതുകൊണ്ട് തന്നെ ലൈലത്തുൽ ഖദർ ഏത് ദിവസമാണെന്ന കാര്യം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അള്ളാഹു മറപ്പിച്ചു കളഞ്ഞു. അത് ഈ ഉമ്മത്തിന് അനുഗ്രഹമായിട്ടായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കാര്യത്തെ മറപ്പിച്ചു കളഞ്ഞത്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തു, ലൈലത്തുൽ ഖദർ ഏത് ദിവസമാണ് എന്നുള്ളത് അള്ളാഹു മറപ്പിച്ചു കളഞ്ഞത് കൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് നന്മയായിരിക്കും. അതുകൊണ്ട് ഏത് ദിവസമാണ് ലൈലത്തുൽ ഖദർ എന്ന വിഷയം ക്ലിപ്തമായി അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു തന്നിട്ടില്ല. എന്നാലും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഏത് ദിവസങ്ങളിലാണ് ലൈലത്തുൽ ഖദർ ഉണ്ടാവാൻ സാധ്യതയുള്ളത് എന്നുള്ളത് അറിയിച്ചു തന്നിട്ടുണ്ട്. ഏതാനും ചില ദിവസങ്ങൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിരുകയും ആ ദിവസങ്ങളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുക, ആ ദിവസങ്ങളിലാണ് ലൈലത്തുൽ ഖദർ ഉണ്ടാവാൻ സാധ്യതയുള്ളത് എന്ന് അറിയിച്ചിരുകയും ചെയ്തിട്ടുണ്ട്. ഇമാം ബുഖാരി മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന 10 ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാനായി പറഞ്ഞു. ആ അവസാന 10 തന്നെ ഒറ്റ രാവുകളിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാനായി പറഞ്ഞു. 21-ാം രാവ്, 23-ാം രാവ്, 25-ാം രാവ്, 27-ാം രാവ്, 29-ാം രാവ്, ഇങ്ങനെ ഒറ്റ രാവുകളിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാനായി നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതുകൊണ്ട് അവസാന 10 ഏത് ദിവസവും ലൈലത്തുൽ ഖദർ ആവാനുള്ള സാധ്യതയുണ്ട്. ആ അവസാന 10 തന്നെ കൂടുതൽ സാധ്യതയുള്ളത് ഒറ്റ രാവുകളിൽ ലൈലത്തുൽ ഖദർ ഉണ്ടാകാനാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിവായത്ത് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, നിങ്ങൾ 25-ാം രാവിനും 27-ാം രാവിനും 29-ാം രാവിനും ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചു കൊള്ളുക. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിവായത്ത് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ 10 എഅ്തികാഫ് ഇരുന്നു, രണ്ടാമത്തെ 10 എഅ്തികാഫ് ഇരുന്നു. എന്നിട്ട് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഈ 2 10 ലൈലത്തുൽ ഖദറിനെ ഞാൻ കണ്ടെത്തിയില്ല. അവസാന 10 നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുക, അതിൽ തന്നെ ഒറ്റ രാവുകളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുക എന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി. അതുകൊണ്ട് അവസാന 10 ആണ് ലൈലത്തുൽ ഖദർ ഉണ്ടാവുക എന്ന് അധിക പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നു. അതിൽ തന്നെ ഒറ്റ രാവുകളിലാണ് കൂടുതൽ പ്രതീക്ഷിക്കേണ്ടത് എന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ക്ലിപ്തമായി ഒരു ദിവസം അല്ല ലൈലത്തുൽ ഖദർ ഉണ്ടാവുക. അവസാന 10 എല്ലാ വർഷവും ലൈലത്തുൽ ഖദർ മാറി വരുന്നതാണെന്ന് അധിക പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നു. അഥവാ ഈ വർഷം 21-ാം രാവിലാണെങ്കിൽ അടുത്ത വർഷവും 21-ാം രാവിലെ ആയിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. നേരെ മറിച്ച് 23-ാം രാവിലോട്ട് മാറാം, 25-ാം രാവിലോട്ട് മാറാം. ഇങ്ങനെ എല്ലാ വർഷവും അവസാന 10 ലൈലത്തുൽ ഖദർ ദിവസങ്ങൾ മാറിയാണ് വരിക എന്ന് അധിക പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നു. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായി 27-ാം രാവിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, 27-ാം രാവിൽ ഞാൻ ലൈലത്തുൽ ഖദറിനെ കണ്ടെത്തി. അതുകൊണ്ട് നിങ്ങൾ ആ രാത്രി ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുക. ധാരാളം സഹാബാക്കൾ 27-ാം രാവിൽ ലൈലത്തുൽ ഖദറിനെ കണ്ടെത്തിയതായിട്ട് നമുക്ക് റിവായത്തുകൾ കാണാൻ സാധിക്കും. അതുകൊണ്ട് 27-ാം രാവ് എന്നുള്ളത് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ദിവസമാണെന്ന് ഈ വ്യത്യസ്തമായ റിവായത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ വർഷവും 27-ാം രാവിലെ ആയിക്കൊള്ളണമെന്നില്ല, നേരെ മറിച്ച് മാറി വരുന്നതാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവസാന 10 മുഴുവൻ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇബാദത്തിൽ കഴിച്ചുകൂട്ടുക എന്നുള്ളത് നിർബന്ധ ബുദ്ധിയോടുകൂടി അവർ കാണേണ്ട കാര്യമാണ്. ഇനി അവസാന 10 മുഴുവൻ സാധിച്ചിട്ടില്ല എങ്കിൽ അവസാന 10 ഒറ്റ രാവുകളിലെങ്കിലും ഇബാദത്തിൽ മുഴുകിക്കൊണ്ട് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാനായി എല്ലാ വിശ്വാസികളും മത്സരിക്കേണ്ടതുണ്ട്. അതിന് വലിയ സ്ഥാനം നൽകുകയും ഗൗരവത്തോടുകൂടി ആ രാത്രികളിൽ ഇബാദത്ത് ചെയ്യുകയും ചെയ്യേണ്ടതുണ്ടെന്ന് ഹദീസുകളിൽ നിന്നും നമുക്ക് വ്യക്തമാക്കാൻ പറ്റുന്ന കാര്യമാണ്. ലൈലത്തുൽ ഖദറിന് ഏതാനും ചില അടയാളങ്ങൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചിരുന്നുണ്ട്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ, അതുപോലെ ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ ലൈലത്തുൽ ഖദറിൻ്റെ അടയാളങ്ങൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചെന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് ആ രാത്രി തെളിഞ്ഞ രാത്രിയായിരിക്കുമെന്നുള്ളത്. പ്രകാശമുള്ള തെളിഞ്ഞ രാത്രിയായിരിക്കും ലൈലത്തുൽ ഖദർ. ഖദറിൻ്റെ രാത്രി
തെളിഞ്ഞ പ്രകാശമുള്ള രാത്രിയായിരിക്കും. രണ്ടാമതായി അടയാളം പറഞ്ഞത് ആ രാത്രിയിൽ അധികം ചൂടും അധിക തണുപ്പും ഉണ്ടാവുന്നതല്ല, ശാന്തമായ നല്ല ഒരു അന്തരീക്ഷമായിരിക്കും ആ രാത്രിയുടെ അന്തരീക്ഷം എന്നുള്ളത്. മൂന്നാമതായി അടയാളം പറഞ്ഞത് ആ രാത്രിയിൽ നല്ല പ്രകാശമുണ്ടായിരിക്കും. നാലാമതായി പറഞ്ഞ അടയാളം ആ പകലിൽ ഉദിക്കുന്ന സൂര്യന് രശ്മികൾ, കിരണങ്ങൾ ഉണ്ടാവുന്നതല്ല. ഈ 4 അടയാളങ്ങൾ ഹദീസുകളിൽ ലൈലത്തുൽ ഖദറിൻ്റെ അടയാളങ്ങളായി നമുക്ക് കാണാൻ സാധിക്കുന്ന അടയാളങ്ങളാണ്. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കേണ്ട അവസാന 10-ൽ ഏതെല്ലാം ഇബാദത്തുകളാണ് നാം അധികമായി ചെയ്യേണ്ടത്? അധികമായി നാം ചെയ്യേണ്ട ഒരു കാര്യം രാത്രിയെ സജീവമാക്കുക എന്നുള്ളതാണ്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയുണ്ടായി, അവസാന 10 ആയിക്കഴിഞ്ഞാൽ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുണ്ട് മുറുക്കി ഉടുക്കുമായിരുന്നു. എന്നിട്ട് രാത്രി സജീവമാക്കുമായിരുന്നു. രാത്രിയിൽ ഇബാദത്ത് ചെയ്യാൻ തങ്ങളുടെ വീട്ടിലുള്ളവരെ എഴുന്നേൽപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ഇമാം ബുഖാരി, മുസ്ലിം റഹിമഹുല്ലാഹ് റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. ഇവിടെ മുണ്ട് മുറുക്കി ഉടുക്കുക എന്നതിൻ്റെ ഉദ്ദേശം ഇബാദത്ത് ചെയ്യാൻ പൂർണ്ണ തയ്യാറെടുപ്പോടുകൂടി തയ്യാറാവുമായിരുന്നു എന്നുള്ളതാണ്. അവസാന 10 ആയിക്കഴിഞ്ഞാൽ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദത്ത് ചെയ്യാൻ പൂർണ്ണമായി തയ്യാറാവുമായിരുന്നു. പൂർണ്ണമായി പള്ളിയിൽ എഅ്തികാഫ് ഇരിക്കുമായിരുന്നു. രാത്രികളെ സജീവമാക്കുമായിരുന്നു. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയുണ്ടായി, നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ 20 ദിവസം, റമദാനിൻ്റെ ആദ്യത്തെ 20 ദിവസങ്ങൾ നമസ്കരിക്കുകയും ഉറങ്ങുകയും ചെയ്യുമായിരുന്നു. എന്നാൽ അവസാന 10 ആയിക്കഴിഞ്ഞാൽ പൂർണ്ണമായി രാത്രികളിൽ ഇബാദത്തിൽ ലയിക്കുമായിരുന്നു. അഥവാ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന 10ൻ്റെ രാത്രികളെ ഇബാദത്തുകൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു. അതുപോലെ നാമും റമദാനിൻ്റെ അവസാനത്തെ 10ൻ്റെ രാത്രികൾ ധാരാളമായി ഇബാദത്ത് ചെയ്യാനായി ശ്രമിക്കണം. കഴിയുമെങ്കിൽ മൊത്തമായി ഇബാദത്ത് ചെയ്യാൻ ശ്രമിക്കണം. അത് സാധിച്ചില്ല എങ്കിൽ രാത്രിയുടെ അധിക ഭാഗവും ഇബാദത്തുകൾ കൊണ്ട് അലങ്കരിക്കാനായി ഓരോ വിശ്വാസിയും ശ്രമിക്കേണ്ടതുണ്ട്. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്ന അവസാന 10ൻ്റെ രാത്രികളിൽ നമ്മൾ പ്രധാനമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് അള്ളാഹുവിൻ്റെ പാപമോചനം തേടുക എന്നുള്ളത്. കാരണം ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, ആയിഷ റളിയല്ലാഹു അൻഹ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഏത് ദിവസമാണ് ലൈലത്തുൽ ഖദർ എന്ന് മനസ്സിലായാൽ ഞാൻ എന്താണ് പ്രധാനമായി ചെയ്യേണ്ടത്? നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് അധികമായി പറയുക. അഥവാ അല്ലാഹുവേ, നീ ഏറെ പൊറുക്കലിനെ ഇഷ്ടപ്പെടുന്നവനാണ്, നീ എനിക്ക് പൊറുത്തു തരയണമേ എന്ന് അധികമായി പറയുക. ധാരാളമായി പാപമോചനം തേടേണ്ടതുണ്ട്. ഖദറിൻ്റെ രാത്രി ഏതാണെന്ന് മനസ്സിലാക്കിയാൽ ദീർഘമായി നമ്മുടെ തെറ്റുകൾ പറഞ്ഞ് അള്ളാഹുവോട് പശ്ചാത്തപിച്ച് മടങ്ങാനായി ഓരോ വിശ്വാസിയും തയ്യാറാവേണ്ടതുണ്ട്. പശ്ചാത്തപിക്കേണ്ട രീതിയെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിശദീകരിച്ച് കഴിഞ്ഞതാണ്. ആ രീതിയിൽ നമ്മുടെ പാപങ്ങളെ പറഞ്ഞ് പശ്ചാത്തപിച്ച് മടങ്ങാനുള്ള അവസരമായി അവസാന 10ൻ്റെ രാത്രികളെ നാം കാണേണ്ടതുണ്ട്. അവസാന 10ൻ്റെ രാത്രികളിൽ എല്ലാ ഇബാദത്തുകളും അധികരിപ്പിക്കാനായി നമ്മൾ ശ്രമിക്കണം. ഖുർആൻ തിലാവത്ത്, നമസ്കാരം, ദിക്ർ, ദുആ, ഇങ്ങനെ തുടങ്ങി എല്ലാ ഇബാദത്തുകളും അധികരിപ്പിക്കാനായി നാം ശ്രമിക്കേണ്ടതുണ്ട്. ഈ ഇബാദത്തുകളെല്ലാം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഇബാദത്തുകൾ നാം ചെയ്യേണ്ടത് ഇഹ്തിസാബോട് കൂടി ആയിരിക്കണം. പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം ചെയ്യേണ്ടത്, ആത്മാർത്ഥമായിട്ടായിരിക്കണം ചെയ്യേണ്ടത്. എല്ലാവരും ചെയ്യുന്നത് കൊണ്ട് ഞാനും ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഖദറിൻ്റെ രാവിൽ കൂലി ലഭിക്കുന്നതല്ല. കാരണം നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ആരെങ്കിലും ഇഹ്തിസാബോടുകൂടി ലൈലത്തുൽ ഖദറിൽ ഇബാദത്ത് ചെയ്യുകയാണെങ്കിൽ അവർക്ക് മുൻകഴിഞ്ഞ പാപങ്ങൾ അല്ലാഹു മാപ്പാക്കി കൊടുക്കുന്നതാണ്. അതുകൊണ്ട് ലൈലത്തുൽ ഖദറിൻ്റെ അന്ന് ചെയ്യുന്ന ഓരോ ഇബാദത്തുകളും, അത് നമസ്കാരമായിക്കൊള്ളട്ടെ, ഖുർആൻ തിലാവത്തായിക്കൊള്ളട്ടെ, അത് ദിക്ർ ആയിക്കൊള്ളട്ടെ, ദുആ ആയിക്കൊള്ളട്ടെ, എല്ലാം ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ആയിരിക്കണം. എല്ലാം ചെയ്യേണ്ടത് ആത്മാർത്ഥതയോടുകൂടി ആയിരിക്കണം. എല്ലാം ചെയ്യേണ്ടത് എനിക്ക് അള്ളാഹു ഇതിൻ്റെ പ്രതിഫലം നൽകുമെന്ന ചിന്തയോടുകൂടി ആയിരിക്കണം. അങ്ങനെ ആത്മാർത്ഥമായി ഇബാദത്ത് ചെയ്യുമ്പോഴാണ് ലൈലത്തുൽ ഖദറിൻ്റെ മഹത്വങ്ങൾ അവർക്ക് ലഭിക്കുക. അതുകൊണ്ട് അവസാന 10ൻ്റെ രാത്രികളിൽ എല്ലാ ഇബാദത്തുകളും നാം ചെയ്യേണ്ടതുണ്ട്. അതെല്ലാം ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം ആ കർമ്മങ്ങൾ നാം ചെയ്യേണ്ടത്.
അവസാന പത്തിൽ നാം ചെയ്യേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഇഅ്തികാഫ് ഇരിക്കുക എന്നുള്ളത്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രധാനപ്പെട്ട സുന്നത്താണ് അവസാന പത്തായി കഴിഞ്ഞാൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ് ഇരിക്കുമായിരുന്നു എന്നുള്ളത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, മരണം വരെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന പത്തിൽ ഇഅ്തികാഫ് ഇരുന്നിരുന്നു. ഇഅ്തികാഫ് ഇരുന്നാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, പള്ളിയിൽ തന്നെ നാം ഇരിക്കുമ്പോൾ ധാരാളം ഇബാദത്തുകൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. പള്ളി നല്ലൊരു അന്തരീക്ഷമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ പള്ളിയിൽ ഇരിക്കുന്നത് കൊണ്ട് നാം പോലും അറിയാതെ ധാരാളം ഇബാദത്തുകൾ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഇനി പള്ളിയിൽ രാത്രി ഇഅ്തികാഫ് ഇരിക്കുമ്പോൾ ഒരു ഇബാദത്തും ചെയ്യാതെ ഉറങ്ങിപ്പോയാലും ഇഅ്തികാഫിൻ്റെ കൂലി അവൻ ലഭിക്കും. അഥവാ ആ രാത്രി ലൈലത്തുൽ ഖദ്ർ ആവുകയാണെങ്കിൽ ഒരു ഇബാദത്തും ചെയ്തിട്ടില്ല എങ്കിലും പള്ളിയിൽ ഇഅ്തികാഫ് ഇരുന്ന കൂലി ലൈലത്തുൽ ഖദ്റിന് അവന് കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുമ്പോൾ 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠമായ രാത്രിയാണ്. ആ രാത്രിയിൽ ഇഅ്തികാഫ് ഇരുന്നാൽ കണക്കില്ലാത്ത പ്രതിഫലം അവർക്ക് അത് കാരണമായി ലഭിക്കുന്നതാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ റമളാനിൻ്റെ അവസാനത്തെ 10 ഏത് രാത്രിയും ലൈലത്തുൽ ഖദ്ർ ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവസാന 10 രാത്രികളെ ഇബാദത്ത് കൊണ്ട് അലങ്കരിക്കുക, പാപമോചനം തേടുക എന്നുള്ളത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം അടുത്ത റമളാനിൽ നമ്മൾ ജീവിച്ചിരിക്കുമോ എന്ന് ഒരിക്കൽ നമുക്ക് അറിയുന്നതല്ല. അതുകൊണ്ട് ഈ വർഷത്തെ ലൈലത്തുൽ ഖദ്ർ ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല എന്നൊരു ഉദ്ദേശത്തോടു കൂടി എല്ലാ വർഷവും ലൈലത്തുൽ ഖദ്റിനെ വിശ്വാസികൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയിൽ ഇബാദത്ത് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു പരിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.